Hi dears, Assalamu alaikum. How are you? How was your yesterday's class? Do you completed your homework? Okay dears, now we are going to discuss about the third stanza from the poem The Road Not Taken, written by Robert Frost. We are already discussed the first two stanzas in our previous class. Do you remember? Okay, what does the poet illustrate in this poem? The poet says that once he was walking down the road and he reached a fork. He could walk over one of the paths only. He took time to choose the right path. Then he inspected them to decide which was the better option and he chose one road. After that, what happened to that poet? Okay, let's start our third stanza. Are you ready? Okay, let's start. Listen here. The Road Not Taken by Robert Frost. Our third stanza. And both that morning equally lay. In leaves no step had trodden black. Ho, I kept the first for another day, yet knowing how way leads on to way. I doubted if I should ever come back. And both that morning equally lay. In leaves no step had trodden black. Ho, I kept the first for another day, yet knowing how way leads on to way. I doubted if I should ever come back. അങ്ങനെ പോയിട്ട് നടന്ന് ഒരു വഴി തിരഞ്ഞെടുത്തിരുന്നു അല്ലെ. ആൻഡ് ബോത്ത് ദാറ്റ് മോർണിംഗ്, പിന്നെ അദ്ദേഹം പറയുന്നത് വെച്ചാല് ആ മോർണിംഗിൽ ഞാൻ നോക്കുമ്പോൾ രണ്ട് വഴിയും ഒരുപോലെയാണുള്ളത്. ആൻഡ് ബോത്ത് ദാറ്റ് മോർണിംഗ് ഈക്വലി, രണ്ട് വഴി എനിക്ക് ഒരുപോലെ തോന്നി. കാരണം ഇൻ ലീവ്സ് നോ സ്റ്റെപ്പ് ഹാഡ് ട്രോഡൻ ബ്ലാക്ക്, അതിലൂടെ ഒരാൾ നടന്നു പോയതായിട്ട്, രണ്ട് വഴിയിലൂടെയും ആരും നടന്നു പോയതായിട്ട് കാണുന്നില്ല. കാരണം അവിടെ ലീവ്സ് ഒക്കെ അങ്ങനെ പച്ച കളറിൽ തന്നെ ഉണ്ട്. ഹോ ഐ കെപ്റ്റ് ദ ഫസ്റ്റ് ഫോർ അനദർ ഡേ, അങ്ങനെ അദ്ദേഹം ഒരു വഴി ചൂസ് ചെയ്തിട്ട് പറയുന്നതാണ് ഹോ ഐ കെപ്റ്റ് ദ ഫസ്റ്റ് ഫോർ അനദർ ഡേ, ഞാൻ ഈ വഴിയിലൂടെ ഇന്ന് പോട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ വഴിയിലൂടെ പോവാം എന്നെന്ത് ചെയ്യണേ അദ്ദേഹം വിചാരിക്കുക. ഹോ ഐ കെപ്റ്റ് ദ ഫസ്റ്റ് ഫോർ അനദർ ഡേ, യെറ്റ് നോവിങ് ഹൗ എ ലീഡ്സ് ഓൺ ടു വേ, യെറ്റ് നോവിങ് ഹൗ എ ലീഡ്സ് ഓൺ ടു വേ. പക്ഷെ അദ്ദേഹം ഒരു വഴിയിലൂടെ അങ്ങനെ പോയപ്പോൾ ആ വഴി വേറൊരു വഴിയിലേക്കാണ് പോയി ചേരുന്നത്. അതൊന്നും ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. യെറ്റ് നോവിങ് ഹൗ എ ലീഡ്സ് ഓൺ ടു വേ, ഐ ഡൗട്ടഡ് ഇഫ് ഐ ഷുഡ് എവർ കം ബാക്ക്, എനിക്ക് സംശയമായി, എനിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് എനിക്കപ്പോൾ ഉറപ്പായി. അതായത് ഫ്യൂച്ചറിൽ നമ്മൾ എന്താണ് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു വഴിയിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ വഴിയിലൂടെ പോകുമ്പോൾ അത് വേറൊരു വഴിയിലേക്ക് എത്തിച്ചേരും. വീണ്ടും നമ്മൾ വേറൊരു വഴി, ആ വഴിയിലൂടെ കുറെ പോകുമ്പോൾ അത് വേറൊരു വഴിയിലേക്ക് എത്തിച്ചേരും. അല്ലാണ്ട് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നടന്നു വരാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഇവിടെ. നെക്സ്റ്റ്, ദ പോയറ്റ് സേസ് ദാറ്റ് ബോത്ത് ദ പാത്സ് വെർ സിമിലർ ദാറ്റ് മോർണിംഗ്. Both had leaves on them and no one had stepped on them as they were still green in color. He decided that day he would take one path and keep the other path for another day. Although he knew that one way leads on to another way, he knew that he could not go back on the choice that he had made. Similarly, even in our life, once we choose an option, we must keep on moving ahead with that options and we never get a chance to come back and take the other option that we had left earlier. Got it? Next, our last stanza. I shall be telling this with a sigh, somewhere ages and ages hence. Two roads diverged in wood and I took the one less travelled by. And that has made all the difference. So I shall be telling this with a sigh. ഞാനിപ്പോൾ ഈ റോഡ് ചൂസ് ചെയ്തു, ഞാൻ കുറേ ദൂരം പോയപ്പോൾ വേറെ റോഡിലേക്കാണ് അത് എത്തിച്ചേരുന്നത്. പിന്നെ അവിടെ നിന്ന് വന്ന് എന്ത് ചെയ്യുക, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, തിരിച്ചെനിക്കൊരിക്കലും വരാൻ പറ്റാത്ത വിധത്തിൽ. ഐ ഷാൽ ബി ടെല്ലിങ് ദിസ് വിത്ത് എ സൈ, ഞാൻ എന്തായാലും അങ്ങനെ നെടുവീർപ്പിട്ട് ചിലപ്പം പറയുമായിരിക്കും. എന്ത്, സംവെയർ ഏജസ് ആൻഡ് ഏജസ് ഹെൻസ്, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ. Two roads diverge in a wood and I took the one less travelled by. ഞാൻ പറയുമായിരിക്കും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ, എന്ത്, എൻ്റെ മുന്നിൽ രണ്ട് വഴികൾ ഉണ്ടായിരുന്നു, ഞാൻ ഏതാ തിരഞ്ഞെടുത്തത്? I took the one less travelled by, അധികമാരും സഞ്ചരിക്കാത്ത ഒരു വഴി ഞാൻ തിരഞ്ഞെടുത്തു. And that has made all the difference.
അതാണ് എന്നിലുള്ള എല്ലാ വ്യത്യാസങ്ങൾക്കും കാരണം എന്ന് ഞാൻ ചിലപ്പോൾ ഫ്യൂച്ചറിൽ പറയുമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞ് നിർത്തുക ചെയ്യുന്നത്. നെക്സ്റ്റ്, he says that in the future he will take a deep breath and says that once upon a time he had reached such a point in life that there were two options for him, and he travelled on that road which had been travelled upon by lesser number of people. That decision of his decided his future. Similarly, in future, when you grow up, then you will say that once upon a time when you were young, you had two options. The choice that you made you what you become of it. This is the very strong message for all the students, that you should be wise and be careful while making choices out of the options that you have in your life, because your future depends on the choice that you make today. Got it? Understand? If you have any doubt, please ask me. Next, ഇനി നമ്മൾ പോയത്തിൽ വരുന്ന ലിറ്റററി ഡിവൈസ് യൂസ്ഡ് ഇൻ ദ പോയം ദ റോഡ് നോട്ട് ടേക്കൻ. എന്തൊക്കെ ലിറ്റററി ഡിവൈസസ് ആണ് നമ്മളുടെ പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. നെക്സ്റ്റ്, ഫസ്റ്റ് റൈമിംഗ് സ്കീമാണ്. റൈമിംഗ് സ്കീം എ ബി ഇവിടെ കണ്ടില്ലേ റൈമിംഗ് സ്കീം എഴുതിയിരിക്കുന്ന എ ബി. ഇതെങ്ങനെ കിട്ടിയത്? റൈമിംഗ് വേർഡ്സ് would, stood, could, both, undergrowth. നോക്കാം നമുക്ക് അതെങ്ങനെയാണ് വരുന്നത്. റൈമിംഗ് സ്കീം നമ്മൾ എടുക്കുന്നത്, റൈമിംഗ് സ്കീം ആയാലും ശരി റൈമിംഗ് വേർഡ്സ് ആയാലും ശരി, ഒരു ലൈനിന്റെ എൻഡിങ് സൗണ്ട്, നോട്ട് വേർഡ് നോട്ട് ലെറ്റർ, എന്താണ് എൻഡിങ് സൗണ്ട്. ടു റോഡ്സ് ഡൈവേർജ്ഡ് ഇൻ എ യെല്ലോ വുഡ്. എൻഡിങ് സൗണ്ട്, two roads diverged in a yellow wood. And sorry, I could not travel both. Wood, both. And be one traveler, long I stood. Would, both, stood. And looked down, but as far as I could. Would, both, stood, could. To where it bent in the undergrowth. Would, both, stood, could, undergrowth. അപ്പോൾ എൻഡിങ് സൗണ്ട് ആണ് നോക്കണ്ടത്. എൻഡിങ് വേർഡ് അല്ല, എൻഡിങ് ലെറ്റർ അല്ല, എൻഡിങ് സൗണ്ട് ഒരേ മാതിരി ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വുഡ് ബോത്ത് സ്റ്റുഡ് കുഡ് അണ്ടർഗ്രോത്ത്. ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വുഡ് ആൻഡ് സ്റ്റുഡ് അല്ലെ പറഞ്ഞു നോക്കുക, അപ്പൊ അത് കറക്റ്റ് ആവും. വുഡ് സ്റ്റുഡ് കുഡ്. ഇപ്പൊ എൻഡിങ് സൗണ്ട് ഒരേ മാതിരിയല്ലേ വരുന്നത് ഇതിനു മൂന്നിനും. വുഡ് സ്റ്റുഡ് കുഡ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വുഡ് സ്റ്റുഡ് കുഡ്, ഒരേ മാതിരി വരുന്ന സൗണ്ട്, അതാണ് റൈമിംഗ് വേർഡ്സ്. പിന്നെ അടുത്തത് ബോത്ത് അണ്ടർഗ്രോത്ത്, അതാണ് അടുത്ത റൈമിംഗ് വേർഡ്. ഇനി റൈമിംഗ് സ്കീം എങ്ങനെ എഴുതാൻ നോക്കാം. ഫസ്റ്റ് ടു റോഡ്സ് ഡൈവേർജ് ഇൻ എ വുഡ്. ഈ വുഡ് എന്നുള്ള ഈ സൗണ്ടിന് നമ്മൾ എ എന്ന് മെൻഷൻ ചെയ്യണം. എ എന്ന് കൊടുത്തു. വുഡ് എന്നുള്ള സൗണ്ടിന് നമ്മൾ എ എന്ന് കൊടുത്തു. അടുത്ത ബോത്ത്. വുഡും ബോത്തും ഡിഫറെന്റ് സൗണ്ട് ആണ് അല്ലെ. അപ്പൊ ഈ ഫസ്റ്റ് സൗണ്ടിന് നമ്മൾ എ കൊടുത്തോണ്ട് സെക്കൻഡ് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഈ സൗണ്ട് ബോത്ത് എന്നുള്ളതായതുകൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണേ? ബി എന്നുള്ള ലെറ്റർ ആണ് മെൻഷൻ ചെയ്യുന്നത്. വുഡ് എന്നുള്ള ഫസ്റ്റിന് നമ്മൾ എ കൊടുത്തു, ബോത്തിന് ബി എന്നും കൊടുത്തു. ഇനി അടുത്ത സ്റ്റുഡ്. അപ്പൊ വുഡ് സ്റ്റുഡ് എന്നുള്ള സൗണ്ട് ഇതിന്റെ മുന്നേ റിപ്പീറ്റ് ചെയ്തതാണ്. ഇതിലാണ് വുഡ്. അതിന് കൊടുത്ത ലെറ്റർ നമ്മൾ ഏതായിരുന്നു? എ അല്ലെ. അപ്പൊ അത് എ കൊടുത്തോണ്ട് ഇത് സെയിം സൗണ്ട് ആയതുകൊണ്ട് ഇതിനും നമ്മൾ എ കൊടുക്കും. അപ്പൊ വുഡ് എ ആണ്, ബോത്ത് ഒരു ഡിഫറെന്റ് സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ബി കൊടുത്തു. സ്റ്റുഡ് സെയിം സൗണ്ട്, ഫസ്റ്റത്തെ സൗണ്ട് റിപ്പീറ്റ് ചെയ്തതുകൊണ്ടും അതിന് നമ്മൾ എ കൊടുത്തുകൊണ്ടും ഇതിനും നമ്മൾ എന്താണ്? എ തന്നെ കൊടുക്കുന്നു. അടുത്ത കുഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സൗണ്ടാണ്. വുഡ് എ കൊടുത്തു. സ്റ്റുഡ് അതേ സൗണ്ടാണ് കുഡിൽ വരുന്നത്, അതുകൊണ്ട് അതിനും നമ്മൾ എ കൊടുക്കുന്നു. അണ്ടർഗ്രോത്ത് അത് നമ്മൾ മുന്നേ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ബോത്ത്. അതിന് കൊടുത്ത ലെറ്റർ ഏതാണ്? ബി. അപ്പൊ ബോത്ത് അണ്ടർഗ്രോത്ത്. അപ്പൊ എന്താ? എ ബി എ
A, B. ഇങ്ങനെയാണ് ഇതിന്റെ റൈമിംഗ് സ്കീം വരുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് നോക്കാം. അടുത്ത സ്റ്റാൻസയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. I shall be telling this with a sigh. Somewhere ages and ages hence, two roads diverge in a wood, and I took the one less travelled by, and that has made all the difference. So, I shall be telling with sigh. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ sigh, hence, I, by, difference. ഇപ്പൊ sigh, hence, sigh എന്നുള്ളതിന് നമ്മൾ എ കൊടുത്തു അല്ലെ, ഫസ്റ്റ് ലൈൻ ആയതുകൊണ്ട് നമ്മൾ എ കൊടുത്തു. ഹെൻസ് എന്നുള്ളത് സൈന്ന് ഡിഫറെന്റ് സൗണ്ട് ആയതുകൊണ്ട് അതിന് ബി കൊടുത്തു. ഇപ്പൊ sigh എ, hence ബി. നെക്സ്റ്റ് sigh സൗണ്ടാ നോക്കേണ്ടത്, ഒരേമാതിരി സൗണ്ടാ വരുന്നത്. അപ്പൊ സൈക്ക് നമ്മൾ എന്താ കൊടുത്തത്? എ കൊടുത്തു. അതന്നെയാണ് നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും എ കൊടുത്തു. അടുത്ത് ബൈ ഒരേമാതിരി വരുന്നത് sigh, I, by. ഇപ്പൊ ബൈ എന്നുള്ള ആ വേർഡിന് നമ്മൾ എന്ത് കൊടുത്തു? എ കൊടുത്തു. അടുത്തത് എന്താണ്? ഹെൻസ് ഡിഫറൻസ് സൗണ്ട്, ലാസ്റ്റ് എൻഡിങ് സൗണ്ട് നോക്കിക്കോ. ഹെൻസ് ഡിഫറൻസ്, അതിന് നമ്മൾ ഹെൻസിന് നമ്മൾ ഏത് ലെറ്റർ കൊടുത്തിരുന്നേ? ബി. അതുകൊണ്ട് ഈ ലാസ്റ്റ് വേർഡ് നമ്മൾ എന്ത് ചെയ്യണേ? ബി കൊടുത്തു. അപ്പൊ നമ്മളുടെ റൈമിംഗ് സ്കീം എന്താ വരിക? sigh എ, hence ബി, I എ, by എ, difference ബി. ഇപ്പൊ എ ബി എ എ ബി. റൈമിംഗ് സ്കീം കിട്ടിയ റൈമിംഗ് വേർഡ്സ് എഴുതാൻ സുഖമാണ്. എന്താണ്? ഒരേമാതിരി ശബ്ദമുള്ളതിനെ ഒന്നിച്ചെഴുതുക. sigh, I, by, hence, difference. ഇപ്പൊ രണ്ട് സ്റ്റാൻസന്റെ റൈമിംഗ് വേർഡ് റൈമിംഗ് സ്കീമും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത രണ്ട് സ്റ്റാൻസന്റെ റൈമിംഗ് വേർഡ് റൈമിംഗ് സ്കീമും നീറ്റായിട്ട് എഴുതുക. നെക്സ്റ്റ്, ലിറ്റററി ഡിവൈസ് യൂസ്ഡ് ഇൻ ദ പോയം ദ റോഡ് നോട്ട് ടേക്കൻ. ഇനി എന്തൊക്കെ വേറെ ഈ റൈമിംഗ് സ്കീം റൈമിംഗ് വേർഡ്സ് അല്ലാത്ത എന്ത് ലിറ്റററി ഡിവൈസസ് ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ്, സിംബോളിസം. Symbolism is the use of symbols to signify ideas and qualities by giving them symbolic meanings that are different from their literal sense. Symbolism, ഇപ്പൊ നമുക്കറിയാലോ സിമ്പിൾ കാണിച്ചിട്ട്, ഇപ്പൊ കറുത്തത് കാണിച്ചാൽ എന്താണ്? ഡെത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. റെഡ് കളർ റോസ് കാണിക്കുന്നത് എന്താണ്? ലവിനെ സൂചിപ്പിക്കുന്നതാണ്. അതേമാതിരി സൂചന, ദ ഡൗ ഈസ് എ സിമ്പിൾ ഓഫ് പീസ് അല്ലെ. ഡൗ എന്താണ്? സമാധാനത്തിന്റെ ഒരു സിമ്പിളാണ്. അതിനാണ് സിംബോളിസം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ടു റോഡ്സ് വിച്ച് റെപ്രസെന്റ് ടു ഓർ മോർ ചോയ്സസ് ഇൻ അവർ ലൈഫ്. സിംബോളിസം പോയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ടു റോഡ്സ് എന്തിനെയാണ് കാണിക്കുന്നത്? റോഡിനെ കുറിച്ചാണ് പോയത്തിൽ പറയുന്നത്? ഒരിക്കലുമല്ല, നമ്മളുടെ ലൈഫിനെ കുറിച്ച് അല്ലെ. അപ്പൊ ടു റോഡ്സ് വിച്ച് റെപ്രസെന്റ് ടു ഓർ മോർ ചോയ്സസ് ഇൻ അവർ ലൈഫ്. നെക്സ്റ്റ്, അടുത്തെന്താണ്? Literary device used in the poem The Road Not Taken. Anaphora. എന്താ anaphora? Anaphora is the repetition of word or phrase at the beginning of each line of a poem. Anaphora is the repetition of word or phrase at the beginning of each line of the poem. ഇപ്പൊ നമ്മള് കണ്ടിട്ട് എൻഡിങ് സൗണ്ട് ആണ് റൈമിംഗ് വേർഡ് റൈമിംഗ് സ്കീം എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ ആനഫോറ എന്ന് പറയുന്നത് ഒരു ലൈനിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരേമാതിരിത്തെ വേർഡ്സുകൾ വരിക. ഇപ്പൊ ഇവിടെ നോക്കിയാൽ മൈ ലൈഫ് ഈസ് മൈ പർപ്പസ്, വേറൊരു എക്സാമ്പിൾ ആണ്. മൈ ലൈഫ് ഈസ് മൈ പർപ്പസ്, മൈ ലൈഫ് ഈസ് മൈ ഗോൾ, മൈ ലൈഫ് ഈസ് മൈ ഇൻസ്പിറേഷൻ. ഇതിൽ മൈ ലൈഫ് ഈസ് മൈ എന്നിട്ട് ഇത് എന്താണ്? റിപ്പീറ്റ് ചെയ്ത് ഒരേമാതിരിത്തെ വേർഡുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റിപ്പീറ്റ് ചെയ്ത്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അനഫോറ എന്ന് പറയുന്നത്. ഇൻ ദിസ് പോയം, ഈ പോയത്തില് ആൻഡ്, ഇവിടെ നോക്കി ഈ ലൈൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ടു റോഡ്സ് ഡൈവേർജ് ഇൻ യെല്ലോ വുഡ്, ആൻഡ് സോറി, ആൻഡ് ബി വൺ, ആൻഡ് ലോക്ക് ഡൗൺ അല്ലെ. റിപ്പീറ്റഡ് ദ ബിഗിനിങ് ഓഫ് ലൈൻസ് 2, 3 and 4. 2, 3, 4 ലൈനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആൻഡ് വന്നിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതും സ്റ്റാർട്ടിങ്ങില്. അങ്ങനെ വരുന്ന അതിനാണ് എന്ത് പറയുന്നത്? ആനഫോറ എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? ഓക്കെ. നെക്സ്റ്റ് ലിറ്റററി ഡിവൈസ് alliteration. എന്താണ് alliteration? Alliteration is the repetition of initial consonant sounds. Alliteration is also called head rhyme and initial rhyme. ഇപ്പൊ നമ്മൾ റൈമിംഗ് വേർഡ് റൈമിംഗ് സ്കീം ഒക്കെ പഠിച്ച alliteration എന്ന് പറയുന്നത് ഒരു ലൈനിന്റെ
എന്താണ് ഒരേ മാതിരിത്തെ കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ട് വരിക. കോൺസണന്റ് സൗണ്ട്സ് എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത്. മറ്റത് റൈമിംഗ് വേർഡ് റൈമിംഗ് സ്കീമിൽ നമ്മൾ നോക്കുന്നത് 4 ലൈൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5 ഒരു സ്റ്റാൻസയില് ലാസ്റ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന, ഓരോരോ ലൈനിലും ലാസ്റ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡിന്റെ ആയിരുന്നു. പക്ഷെ അല്ലിട്രേഷൻ അങ്ങനെയല്ല, ഒരേ ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കോൺസണന്റ് സൗണ്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ നോക്കിയോ, ലിറ്റിൽ ലാരി ലൈക്സ് ലൈക്കിംഗ് ദ സ്റ്റിക്കി ലോലിപോപ്പ്. അപ്പൊ ലിറ്റിൽ, ലാരി, ഇതില് ല് എന്നുള്ള ആ ഒരു കോൺസണന്റ് സൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ലിറ്റിൽ ലാരി ലൈക്സ്, എൽ 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 കണ്ടോ, licking ദ സ്റ്റിക്കി ലോലിപോപ്പ്. അപ്പൊ ഇവിടെ എല്ലാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, അലിട്രേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ പോയത്തിൽ എന്തൊക്കെയാണ്, ഫസ്റ്റ് ഫോർ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻസ 2 though as for that the passing there, though that there, though that there, ഇത് എന്നുള്ള സൗണ്ട് ആണ്. നെക്സ്റ്റ് ഫസ്റ്റ് ഫോർ അടുത്തതില് I kept the first four another day. ഫസ്റ്റില് ഫ്, ഫോറില് ഫ്. കോൺസണന്റ് സൗണ്ട്സ് ആണ് കേട്ടോ അവിടെ പറയുന്നത്, നോട്ട് ലെറ്റർ, ഇത് സൗണ്ടിനെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഫോർ, ഫ് എന്നുള്ള സൗണ്ട് ആണ് കോൺസണന്റ് സൗണ്ട്. വവൽ സൗണ്ട് എല്ലാവർക്കും അറിയാലോ, എ ഇ ഐ ഒ യു. ഇതല്ലാതെ വരുന്ന എല്ലാ സൗണ്ട്സും നമ്മൾ എന്താ പറയാ, കോൺസണന്റ് സൗണ്ട്സ് എന്നാ പറയാ. അങ്ങനെ കോൺസണന്റ് സൗണ്ട്സിൽ ഒരേ ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അലിട്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി അടുത്തത് മീനിങ്സ് ആണ്. ട്രോഡൻ, വാക്ക്ഡ് ഓവർ, സൈ, ഡീപ് ബ്രെത്ത്, ഹൻസ്, ഹിയർ, ഇൻ ദ future. Thank you. Assalamu alaikum.